ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അല്ലാത്തത് അല്ലേ? ലീനിയർ അല്ലാത്തത് നോൺ ലീനിയർ, സിംപ്ലി നമുക്ക് മനസ്സിലാക്കാം. സോ ഡാറ്റ ഐറ്റംസ് സീക്വൻഷ്യലി ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അത് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും, നോൺ അറേഞ്ച്ഡ് ഇൻ സീക്വൻസ്, അതായത് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാത്തതൊക്കെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും. സോ അതിന് നമ്മൾ രണ്ട് എക്സാമ്പിളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ട്രീസ്, രണ്ടാമത്തേത് ഗ്രാഫ്. അപ്പോൾ ഈ രണ്ട് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഉള്ളൂ. അതായത് ഒരു സീക്വൻഷൊന്നും ഇല്ലാതെ തോന്നിയ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിലൊന്നാമത്തത് ട്രീസ്, രണ്ടാമത്തത് ഗ്രാഫ്. അപ്പം എന്താണ് ട്രീസ്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അതായത് ഒരു മരം പോലെ തന്നെ കുറേ ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും ഒക്കെ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് കുറേ അധികം ഡാറ്റ ഐറ്റംസ് ഉണ്ടാവും അല്ലേ? ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ്, എലമെൻറ്റ്സ്, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ ഡാറ്റ ഐറ്റംസിനൊക്കെ ഒരു ബ്രാഞ്ചിലും സബ് ബ്രാഞ്ചസിലൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ, ആ ഒരു മോഡലുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ് ട്രീ. ഏകദേശം ഇതേപോലെ ഒരു മരം പോലെ ഇങ്ങനെ ഒരു ടോപ്പിലൊരു റൂട്ട് ഉണ്ടാകും. അതിൽ നിന്ന് താഴേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും ഒക്കെ ഉണ്ടാകും. അപ്പം ട്രീയിലെ ഏറ്റവും ടോപ്പിൽ നമ്മൾ മരത്തിൻ്റെ അടിയിലുള്ളതിനാണ് റൂട്ട് എന്ന് പറയുക. പക്ഷേ ഇവിടെ ഏറ്റവും ടോപ്പിലുള്ളതിനാണ് നമ്മൾ എന്താ പറയുക? റൂട്ട് എന്ന് പറയുക. സോ ടോപ്പ് ഐറ്റം ഈസ് റെഫേർഡ് ആസ് റൂട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രീ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വേറൊരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഗ്രാഫ്. ഗ്രാഫും ഏകദേശം നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഒക്കെ പോലെയാണ്. പക്ഷേ ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ്? നേരെ ഇങ്ങനെയാണല്ലേ പോവുക. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും ഉണ്ടാവില്ല. അതിന് തോന്നിയ പോലെയൊക്കെ ഡയറക്റ്റഡോ അല്ലെങ്കിൽ തോന്നിയ പോലെ മീൻസ് ഒരു പ്രത്യേക ഒരു ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചില ഇതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് കുറേ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസും നോഡ്സും ഉണ്ടാവും അല്ലേ? അപ്പം ഇതാണ് ഓരോ വെർട്ടിസസ്, എ ബി സി എന്ന് പറയുന്നത് ഇതാണ് വെർട്ടിസസ്. ഈ ആരോ ആണ് നോഡ് അല്ലെങ്കിൽ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു 3 വെർട്ടിസസും അതുപോലെ തന്നെ 3 എഡ്ജസും ഉള്ള ഒരു ഗ്രാഫാണ്. നിങ്ങൾ മാത്സിൽ നിങ്ങൾക്ക് ഗ്രാഫ് തിയറി ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഡാറ്റ സ്ട്രക്ചറിലും ഇങ്ങനെ ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക. ഇനി അപ്പോൾ ഇത്രയാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളൂ. അടുത്തൊരു വേറൊരു കൺസെപ്റ്റാണ്, അതായത് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അത് ഇതിൻ്റെ ഈ അബ്രിവേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ADT, ഫുൾ ഫോം ചിലപ്പം ചോദിക്കും. ADTS എന്ന് വെച്ചാൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ആണ്. സോ എന്താണ് ഒരു അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്? അത് അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ തന്നെ വളരെ ഒരു വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്. അതായത് അൽഗോരിതത്തിൻ്റെ അനാലിസിസിനും ഡിസൈനും ഉപയോഗിക്കുന്ന തിയററ്റിക്കൽ കൺസെപ്റ്റാണ് ആബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അതായത് ഇതിൻ്റെയൊക്കെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരിത്, അതാണ് ആബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ഡാറ്റ ടൈപ്പാണ്. അതായത് എങ്ങനെ അതിൻ്റെ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് ഓരോ ഓപ്പറേഷൻസും ഇതിൽ നടക്കുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചറിൻ്റെയും ആപ്ലിക്കേഷൻസ് നോക്കാൻ പോവാണ്. നമുക്കറിയാം ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറീൻ്റെ അകത്ത് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്, സ്റ്റോറേജ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? അപ്പം ഒന്നോ അതിൽ കൂടുതലോ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ ഈ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ എവിടെ ഉപയോഗിക്കുന്നത്? വളരെയധികം ഡാറ്റ എമൗണ്ട് വേണ്ട സ്ഥലങ്ങളിൽ, അതായത് ഇൻ്റർനെറ്റ് ഇൻഡെക്സിങ് സർവീസിലൊക്കെ നമുക്ക് വളരെയധികം ഡാറ്റ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ മെമ്മറീൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി ഈ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം കുറേയധികം ലാർജ് ഡാറ്റാബേസിലൊക്കെ നമ്മൾ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇൻഡെക്സിങ് സർവീസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു അൽഗോരിതം ഉണ്ടാവണമെങ്കിൽ ആ അൽഗോരിതത്തിന് എന്ത് വേണം? അതായത് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഓഫ് മെമ്മറി ഉപയോഗിച്ച് അതുപോലെ തന്നെ കുറഞ്ഞ
ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഓഫ് മെമ്മറിയും അതുപോലെ തന്നെ കുറഞ്ഞ വേർഡ്സും, അതായത് കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം അല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറിന് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു അൽഗോരിതം ഉണ്ടാക്കാൻ, അതായത് എഫിഷ്യൻ്റ് അൽഗോരിതം ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ മെയിൻ മെമ്മറിയിലും സെക്കൻഡറി മെമ്മറിയിലും എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണം, റിട്രീവ് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ആപ്ലിക്കേഷനും വെവ്വേറെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് അറേയാണ്. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ലൈബ്രറിയിൽ ഓരോ ബുക്ക് ടൈറ്റിൽസിൻ്റെ കളക്ഷൻ, നോവൽസൊക്കെ ഒരു ഭാഗത്തായിരിക്കും, കഥകളൊക്കെ ഒരു ഭാഗത്തേക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുക്ക് ടൈറ്റിൽസിൻ്റെ കളക്ഷൻ ഈ അറേക്ക് ഒരു എക്സാമ്പിളാണ്. സോ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ. ഇനി ഇതിന് നമ്പേഴ്സ്, ബൂലിയൻസ്, ക്യാരക്ടർ, ഒബ്ജക്ട്സ് ഒക്കെ ഈ കമ്പ്യൂട്ടർ ഈ അറേയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ മോഡൽ സെറ്റായിട്ടും അല്ലെങ്കിൽ കളക്ഷൻസ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 2 ഡയമെൻഷണൽ അറേ നമ്മളൊരു മെട്രിക്സ് പോലെയാണ് അല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റോസും കോളംസും ആയിട്ടുള്ള. അപ്പം മാത്തമാറ്റിക്കൽ വെക്ടേഴ്സ് ആയ മെട്രിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ, അതുപോലെ റെക്ടാങ്കുലർ ടേബിളൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ അറേസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് വേറെ വലിയ ഡാറ്റ സ്ട്രക്ചറായ ലിസ്റ്റ്, ഹീപ്പ്, ഹാഷ് ടേബിൾ, DQ, ക്യൂ ആൻഡ് സ്റ്റാക്ക് ഒക്കെ ഉണ്ടാക്കാൻ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അൽഗോരിതം സോർട്ടിങ്ങിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അറേൻ്റെ ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ലിങ്ക് ലിസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റാക്ക് ഉണ്ടാക്കാൻ, ക്യൂ ഉണ്ടാക്കാൻ, ഗ്രാഫ്, ട്രീ ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ഉപയോഗിക്കുന്നു. പിന്നെ പോളിനോമിയൽ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡബ്ലി ലിങ്ക് ലിസ്റ്റാണ്. അതായത് നാവിഗേഷൻ സിസ്റ്റം, നമ്മളിപ്പം റിമോട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ അതുപോലെയുള്ള നാവിഗേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. സ്റ്റാക്ക് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഫസ്റ്റ് ഔട്ട് സ്റ്റോറേജ് ഉപയോഗിക്കുന്ന ഏതൊരു ഇതിലും നമ്മൾ സ്റ്റാക്കാണ് ഉപയോഗിക്കുക. അതുപോലെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ, എക്സ്പ്രഷൻ കൺവേർഷൻ. അപ്പോൾ എന്താ എക്സ്പ്രഷൻ ഇവാലുവേഷൻ, എന്താ എക്സ്പ്രഷൻ കൺവേർഷനൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മൊഡ്യൂൾ തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൽഗോരിതത്തിൻ്റെ അനാലിസിസ് ആണ്. നമുക്കറിയാം അൽഗോരിതം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. അൽഗോരിതം എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് കോഡായിരിക്കില്ല, പക്ഷേ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലോജിക് മാത്രമാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ അൽഗോരിതത്തിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അൽഗോരിതം ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു നല്ലൊരു അൽഗോരിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് പറയുന്നത് അൺആംബിക്വസ് എന്നാണ്. എന്താ അൺആംബിക്വസ് എന്ന് വെച്ചാൽ നമ്മുടെ അൽഗോരിതം വളരെ ക്ലിയർ ആയിരിക്കണം. ഓരോ സ്റ്റെപ്പിലും എന്ത് ഔട്ട്പുട്ട് കിട്ടണം അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട്, അതായത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ അൽഗോരിതത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവണം. പിന്നെ അൽഗോരിതത്തിന് ഒരു ഇൻപുട്ട് വേണം, ഒന്നോ അതിൽ കൂടുതൽ ഇൻപുട്ടും, അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം. പിന്നെ കുറച്ച് സ്റ്റെപ്പുകൾക്ക് ശേഷം നമ്മൾ അൽഗോരിതം നിർബന്ധമായിട്ടും നിന്നിരിക്കണം, അതായത് അൽഗോരിതം ഫിറ്റ്നസ് ആയിരിക്കണം. പിന്നെ നമുക്ക് അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് ഇത് ഫീസിബിൾ ആയിരിക്കണം. പിന്നെ എല്ലാ അൽഗോരിതവും നമ്മൾ അൽഗോരിതത്തിൽ ഓരോ സ്റ്റെപ്സും ജനറേറ്റ് ചെയ്യുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം. പിന്നെ പ്രോഗ്രാമിംഗ് കോഡിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു നല്ലൊരു അൽഗോരിതം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷന്, നോൺ പ്രിമിറ്റീവ്, പ്രിമിറ്റീവ്, അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ താങ്ക് യു.